ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഇതിൽ അധികം ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇന്നൊരു ഷൂട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വൈക്ലഭ്യം എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. രാവിലെ എണീറ്റ് എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്ന് ഞാൻ അത്ര രാവിലെ എണീറ്റ് ശീലമില്ലാത്തതുകൊണ്ടാണ് എന്താണെന്നറിയില്ല. അങ്ങോട്ട് എണീറ്റ് കുറേ നേരം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അന്തം വിട്ടിരുന്നു. ഞാൻ വേഗം ആദ്യം ചോറ് അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ അതങ്ങനെ കിടന്ന് വേവട്ടെ കരുതി. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ചോറ് പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ. പിന്നെ നമ്മളിന്ന് കൂണാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കൂൺ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ നിക്കി വീണ്ടും പ്രസവിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു കുട്ടിയുള്ളൂ കേട്ടോ പ്രാവശ്യം. അങ്ങനെ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട്. കൂൺ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ കുറേ റെസിപ്പി വീഡിയോസൊക്കെ കണ്ടു പഠിച്ചിട്ട് അവസാനം എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് കൂൺ ഉണ്ടാക്കി. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വേഗം അടിച്ചു വാരി നമുക്കൊരു 8 മണി 8:30 ആകുമ്പോൾ ഇറങ്ങണം കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഞാൻ അകത്തോ അടിച്ചു വാരി തുടച്ച്, അതുപോലെ പുറത്തും അടിച്ചു വാരി കേട്ടോ. മുറ്റത്തൊക്കെ പുല്ല് വളരാൻ തുടങ്ങിയ ഒരു മഴ പെയ്താൽ പിന്നെ പുല്ല് വളരും പെട്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിൽ കണ്ട പുല്ലൊക്കെ വലിച്ചു വാരി അടിച്ചു വാരി എല്ലാം ചുട്ട് കത്തിച്ച് കുളിച്ച് വിളക്ക് കത്തിച്ച് ആ കൂണുണ്ടാക്കി ചട്ടി തന്നെ ചോറ് തന്നെയാണ് കേട്ടോ. കാരണം ചോറ് കൊണ്ടുപോകാൻ കൂട്ടാനാക്കിയപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഞാൻ ചട്ടി തന്നെ ചോറിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പം നിന്നുകൊണ്ട് തന്നെ ചോറ് കഴിക്കാൻ, നിന്നൊന്നും ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നിന്നുകൊണ്ട് ഫുഡൊക്കെ വാരി വലിച്ച് കഴിച്ച് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ വേണമല്ലോ. മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് വരാൻ കേട്ടോ, ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ അവൾ വന്ന് ഞങ്ങൾ നേരെ എന്താ പറയുക, അവൾക്ക് എക്സാം ആയിരുന്നു, പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അല്ലാതെ ഷൂട്ട് അങ്ങനെയൊന്നല്ല, അവൾക്ക് പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ മേക്കപ്പിൻ്റെ ആണ് അവിടെ, കോസ്മെറ്റോളജി അതാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ എക്സാം. ഇതായിരുന്നു എന്നിലായിരുന്നു അവിടെ പരീക്ഷണം ഫുള്ള്. പക്ഷേ സക്സസ് ആയി എന്ന് പറയാം. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഓഫീസിലോട്ടാണ് പോയത്. ലിറ്ററലി ഒരു എത്രയോ മണിക്കൂർ അവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഓഫീസൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കൂടെ പഞ്ചറാന്നൊക്കെ ആയിട്ടുണ്ട്. കാരണം അതൊന്നും കെട്ടിവെക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. ഓഫീസിൽ വന്ന് പിന്നെ നമുക്ക് അതൊന്നും നോക്കാൻ നേരം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താവശ്യത്തിന് ക്യാറ്റ് ഫുഡ് വാങ്ങിക്കാനാണ് മെയിനായിട്ട് വന്നത്. പക്ഷേ തിരയണത് വേറെ എന്തൊക്കെയാണ്. പിന്നെ എന്തായാലും വീട്ടിലെത്തി നമ്മൾ തക്കാളി താളിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. താളിപ്പെന്ന് മലപ്പുറംകാർക്കൊക്കെ അറിയാണ്ടാവും. അപ്പോൾ ഞങ്ങൾ തക്കാളി താളിച്ചു. ഞാൻ പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. വെളുത്തുള്ളി അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി രാത്രി മൃഷ്ടാന മോചനം കഴിച്ചു. എനിക്ക് താളിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ടൈമാണ്. ഇപ്പോൾ ഈ ഒരു സിറാണ് ഞാൻ രാത്രി യൂസ് ചെയ്യണത്. ഇത് പിഗ്മെൻറ്റേഷനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതൊക്കെ തേച്ച് നമ്മുടെ ലിപ് ബാമൊക്കെ ഇട്ട് പിന്നെ ഇപ്പം ഞാൻ പുതുതായിട്ടുള്ള ഒരു 2 മാസത്തോളം ഈ ഒരു സാധനം യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഐബ്രോ പിന്നെ ഐ ലാഷസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ളൊരു സിറാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. എൻ്റെ ഭയങ്കര തിന്നായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഐബ്രോസ് ഒക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ. നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുകയാണ്. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അപ്പോൾ എന്തൊക്കെ ഉണ്ടായി ഇന്നത്തെ ഒരു ദിവസം. അങ്ങനെ സംഭവബഹുലമായ ഒരു ദിവസം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി എന്താ, കിടന്നുറങ്ങുക. അല്ല, കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടിയിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ.